മെഷീൻ റീഡബിൾ ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ്റെ കയ്യിലിരിക്കുന്ന വോട്ടർ പട്ടികയിൽ എന്തോ വലിയ ക്രമക്കേട് വരുമത്രേ. ഇനി ഈ CCTV കാര്യത്തിൽ വളരെ രസകരമായ ഒരു കാര്യം, ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന കക്ഷി 2025 ജനുവരിയിൽ അദ്ദേഹവും പറഞ്ഞിരുന്നു, ഈ CCTV ദൃശ്യങ്ങൾ ഇവർ പരിശോധിക്കാൻ തുടങ്ങിയാൽ 360 വർഷമെടുക്കും ഇവർ പരിശോധിച്ച് തീർക്കാൻ. അപ്പോൾ ഇവർക്കിത് എന്തിൻ്റെ ആവശ്യം? ഇന്ന് ഇദ്ദേഹം പറയുന്നു പെൺമക്കളുടെയും അമ്മമാരുടെയും സഹോദരിമാരുടെയും CCTVയിൽ കൊടുക്കില്ല. അപ്പോൾ ഒന്ന് ചോദിച്ചോട്ടെ, ആദ്യത്തെ 45 ദിവസമാണെങ്കിൽ കൊടുക്കാം എന്നാണല്ലോ നേരത്തെ പറഞ്ഞിരുന്നത് സാർ, അത് മറന്നുപോയോ? എന്നിട്ട് പറയുകയാണ് 45 ദിവസം കഴിഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ CCTV ദൃശ്യങ്ങൾ കത്തിച്ചു കളഞ്ഞു. സത്യത്തിൽ ഇന്ത്യയിലെ ഒരു നിയമത്തിലും CCTV ദൃശ്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 45 ദിവസം കഴിഞ്ഞാൽ കത്തിച്ച് കളയണമെന്നില്ല. അങ്ങനെ ഒരിടത്തും എഴുതിയിട്ടില്ല. ആകെയുള്ളൊരു കാര്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ 45 ദിവസത്തിനകം പരാതി കൊടുക്കണം. അത് കഴിഞ്ഞാൽ ആ രീതിയിലുള്ള പരാതി കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യാഖ്യാനിക്കുകയാണ് 45 ദിവസം കഴിഞ്ഞാൽ ഞങ്ങളതങ്ങ് കത്തിച്ച് കളഞ്ഞു, അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. ഇതേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് കഴിഞ്ഞ വർഷം രേഖകൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് വേറെ ഒരു രേഖ ഇറക്കിയത് എന്നതും ഈ തരുണത്തിൽ ആരും മറന്നു പോകരുത്. അപ്പോൾ CCTV ദൃശ്യങ്ങളിലെ ഒരു കത്തിച്ച് കളയാനുള്ളൊരു വ്യഗ്രത അതിഭീകരമാണ്. 2019 ഒരു പ്രത്യേക കോടതി ഉത്തരവിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഇത് സീക്രസിയാണ്, അതുകൊണ്ടാണ് വോട്ടേഴ്സ് ലിസ്റ്റ് വിശദമായി കൊടുക്കാത്തതെന്നും കൂടി പറഞ്ഞു ഇന്ന് ഗണേഷ് കുമാർ.